നമസ്കാരം. ജീവിതകഥ പരസ്യമാക്കിയിരിക്കുകയാണ് കൊല്ലം സുധിച്ചേട്ടൻ്റെ മകൻ കിച്ചു സുധി. കുട്ടിക്കാലം മുതലുള്ള അനുഭവങ്ങളാണ് തന്നെ ഇങ്ങനെയാക്കിയത്. തുടക്കത്തിലൊക്കെ നല്ല പെരുമാറ്റമായിരുന്നുവെങ്കിലും പിന്നീട് അവർ മൈൻഡ് ചെയ്യില്ലായിരുന്നുവെന്നും ഭയങ്കര ഒറ്റപ്പെടലായിരുന്നുവെന്നും അങ്ങനെയാണ് ദുശീലങ്ങൾ തുടങ്ങിയതെന്നും കിച്ചു സുധി വ്യക്തമാക്കി. രേണുവിൻ്റെ വീട്ടിൽ താൻ ശരിക്കും ഒറ്റപ്പെട്ടു പോയി. ആ വീട്ടിലെ ചിലവുകളെല്ലാം നോക്കിയിരുന്നത് അച്ഛനായിരുന്നു. ആദ്യം എല്ലാവർക്കും നല്ല പെരുമാറ്റമായിരുന്നു. പിന്നീട് ആരും തന്നെ നോക്കുകയോ സംസാരിക്കുകയോ ചെയ്യാറില്ലായിരുന്നുവെന്നും കിച്ചു. അച്ഛൻ നഷ്ടമായതോടെ എനിക്ക് ഇനി ആരുണ്ട്, എന്തു ചെയ്യുമെന്ന് അറിയാത്ത ഒരു അവസ്ഥയായിരുന്നു. അമ്മ നേരത്തെ തന്നെ എന്നെ ഇട്ടേച്ചു പോയി. എടാ, ഇനി അങ്ങോട്ട് എല്ലാം നോക്കിക്കോളാമെന്ന് അനൂപേട്ടൻ പറഞ്ഞെങ്കിലും അവസാന നിമിഷം അനൂപേട്ടനും കാലുമാറി. അമ്മയ്ക്ക് നല്ല സ്നേഹമായിരുന്നു എന്നോട്. എല്ലാ കാര്യത്തിലും കൂടെ ആൾക്കാരുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതുമില്ലാതെയായി. എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. അങ്ങനെയാണ് ഞാൻ ഡ്രഗ്സൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത്. കണ്ണടച്ചാൽ അച്ഛൻ്റെ മുഖമാണ്. ഉറങ്ങാൻ പോലും പറ്റാതെയായി. ആ വീട്ടിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. നീ എവിടെയാ, കഴിച്ചോ എന്ന് ചോദിക്കാൻ പോലും ആരുമില്ലായിരുന്നു. കൊല്ലത്തെ വീട്ടിലായിരുന്നു അച്ഛൻ്റെ ചടങ്ങുകളെല്ലാം നടന്നിരുന്നത്. ഞാൻ ഇടയ്ക്കൊക്കെ റബ്ബർ ജോലിക്ക് പോകുമായിരുന്നു. അത് വല്യമ്മ കണ്ടു. അങ്ങനെയാണ് കൊല്ലത്തേക്ക് വരാൻ വല്യമ്മ പറഞ്ഞത്. അച്ഛൻ ഇല്ലാതെ കോട്ടയത്തെ വീട്ടിൽ നിൽക്കാൻ പോലും എനിക്ക് പറ്റില്ലായിരുന്നു. കൊല്ലത്ത് പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ പോലും ആരും ഒന്നും മിണ്ടിയില്ല. അനുഭവിച്ചവർക്ക് മാത്രം അറിയൂ അവിടെ സംഭവിച്ചത്. കൊല്ലത്തെത്തിയതോടെ ദുശീലങ്ങളെല്ലാം ഉപേക്ഷിച്ചു. പഴയ 3 കൂട്ടുകാരാണ് എന്നെ പഴയ രീതിയിലാക്കിയത്. ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ പഴയ ഞാനായി മാറി. ഇതൊക്കെ ഇപ്പോഴാണോ പറയുന്നതെന്ന ചോദ്യങ്ങളൊക്കെ ഇനിയും വരും. ഇപ്പോഴാണ് എനിക്ക് പറയാൻ തോന്നിയതെന്ന് കിച്ചു വ്യക്തമാക്കി. കൊല്ലത്ത് ഞാൻ ഹാപ്പിയാണ്. അമ്മയുമായി, രേണു അമ്മയുമായി അങ്ങനെയൊരു കണക്ഷനുമില്ല. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ പറയും, അത്രേ ഉള്ളൂ എന്നും കിച്ചു സുധി വ്യക്തമാക്കി.